Hello dear students, let's start our class with a silent prayer. How are you all? I hope all are doing great. And in the previous class we have learned two generalizations, right? Which are they? Yes. The chords which are at equal distance from the center are of equal length and vice versa. So today in this class we are going to deal with some problems based on these generalizations. So let's move to the first question. Let's discuss the first question. All of you read the question. Two chords intersect at a point on a circle, and the diameter through this point bisects the angle between the chords. Prove that the chords have same length. ഒന്നുകൂടെ ചോദ്യം നല്ലോണം ഇരുന്ന് വായിക്കുക, എന്നിട്ട് ഇതിനെ ബേസ് ചെയ്തൊരു ഫിഗർ ആദ്യം ഉണ്ടാക്കുക, അതിനുശേഷം പ്രൂവ് ചെയ്യുക. സോ ആദ്യം ടു കോർഡ്സ് ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ് ഓൺ എ സർക്കിൾ. അപ്പൊ ആദ്യം ഒരു സർക്കിൾ ഉണ്ട്. ടു കോർഡ്സ് ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ് ഓൺ എ സർക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ സർക്കിളിൽ ഒരു പോയിന്റ് ചൂസ് ചെയ്യുക ആൻഡ് രണ്ട് കോർഡ്സ് വരയ്ക്കുക. ആണല്ലോ, ടു കോർഡ്സ് ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ് ഓൺ എ സർക്കിൾ. ഇനി ദ ഡയമീറ്റർ ത്രൂ ദിസ് പോയിന്റ് ബൈസെക്സ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ കോർഡ്സ്. ഡയമീറ്റർ ത്രൂ ദിസ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഫിഗർ. ആൻഡ് തന്നിരിക്കുന്നു ഇറ്റ് ബൈസെക്സ് ദി ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ആംഗിളിനെയാ? ഈ ആംഗിളിനെ ഈക്വൽ ആക്കുന്നു. അപ്പൊ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്നാണല്ലോ അർത്ഥം. ബൈസെക്ട് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതല്ലേ? എന്താ പ്രൂവ് ചെയ്യണ്ടേ? ദ കോർഡ്സ് ഹാവ് ഈക്വൽ ലെങ്ത്. നമ്മൾ ആദ്യം എടുത്ത ആ രണ്ട് കോർഡ്സിന്, അതായത് ആ സിംഗിൾ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്ന രണ്ട് കോർഡ്സിന് സെയിം ലെങ്ത് ആണ് പ്രൂവ് ചെയ്യണം. സോ നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കുമ്പോൾ പേരൊക്കെ കൊടുത്ത് വരയ്ക്കുന്നത് എപ്പോഴും നല്ലത്. സെന്ററിന് ഒരു O എന്ന് കൊടുക്കുക. പിന്നെ ഫസ്റ്റ് കോഡിനെ നമുക്ക് A B എന്ന് വിളിക്കാം, സെക്കൻഡ് കോഡിനെ AC എന്ന് വിളിക്കാം, ഡയമീറ്ററിനെ AD. ഓക്കെ അല്ലേ? ഇനി ഫിഗറിൽ നിന്ന് ആദ്യം നമുക്ക് തന്ന കാര്യങ്ങൾ എഴുതാം, അതിനുശേഷം എന്താ പ്രൂവ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം ഇൻ ദ ഫിഗർ AB and AC are two chords of circle with the center O. ഇനി എന്താ അടുത്തത്? AD is the diameter. പിന്നെ the diameter bisects the angle എന്നല്ലേ? സോ അതും കൂടെ എഴുതണം. ഏത് ആംഗിളിന്റെ പേര് പറഞ്ഞേ? ആംഗിൾ DAB ആൻഡ് ആംഗിൾ DAC. അപ്പൊ അത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ഇനി എന്താ പ്രൂവ് ചെയ്യണ്ടേ? കറക്റ്റ്. ദ ടു കോർഡ്സ്, അതായത് AB ആൻഡ് AC ആർ ഈക്വൽ ആണല്ലോ. ഓക്കെ, ഇതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാ തുടങ്ങുന്നത്? നമ്മൾ എങ്ങനെയാണോ ഇതുവരെയുള്ള കണക്കുകൾ പ്രൂവ് ചെയ്ത് അതൊക്കെ ഒന്ന് ആലോചിക്കുക, എന്നിട്ട് പറയാം. പറഞ്ഞു തുടങ്ങിക്കോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യണം. അതും എങ്ങനത്തെ ട്രയാങ്കിൾസാ? സെന്ററിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ വരച്ച് ജോയിൻ ചെയ്യുന്ന രണ്ട് ട്രയാങ്കിൾസ്. അപ്പൊ എങ്ങനെ സ്റ്റെപ്പ് വരും? ഓയിൽ നിന്ന് AB-യിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കണം, ഓയിൽ നിന്ന് AC-യിലേക്കും വരയ്ക്കണം. സോ ഡ്രോ OP പെർപെൻഡിക്കുലർ ടു AB. അപ്പം ഈ പോയിന്റ് ആയിരിക്കും നമ്മുടെ P എന്ന് പറയുന്നത്. അതേപോലെ അടുത്ത എന്താ വരയ്ക്കണ്ടേ? ഡ്രോ OQ പെർപെൻഡിക്കുലർ ടു AC. അപ്പൊ എന്താ ഫിഗർ? ഇങ്ങനെ ഒരു ഫിഗർ വരും. അപ്പൊ ഇതിനൊക്കെ നമ്മൾ Q എന്നങ്ങ് വിളിച്ചേക്കുക. ഇവിടെ വരെ ഓക്കെ അല്ലേ? ഇനി ബാക്കി എങ്ങനെ? ബാക്കി നമ്മൾ എങ്ങനെയാണോ ഇതുവരെ ചെയ്തത് അതേപോലെ തന്നെ. ഈ ഫിഗറിൽ എല്ലാം നോട്ട് ചെയ്ത് പോകുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പൊ ഫിഗർ നോക്കി നോക്കി പെട്ടെന്ന് നമുക്ക് പ്രൂഫ് എഴുതാൻ പറ്റും. അടുത്ത എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? വി ആർ കൺസിഡറിങ് ദ ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ AOP ആൻഡ് ട്രയാങ്കിൾ AOQ. ദെൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു. AO ഈക്വൽ ടു AO. എന്തുകൊണ്ടാ? കോമൺ സൈഡ് ആണ്. ഓക്കെ, അടുത്തത് AP ആൻഡ് AQ. എന്തെങ്കിലും അറിയാവോ നിങ്ങൾക്ക്? ഇതുവരെ ഒന്നും അറിയത്തില്ല. ഓക്കെ, അതേപോലെ അടുത്തത് ഈ ട്രയാങ്കിൾസിന്റെ ബേസിസിലാട്ടോ ചോദിക്കുന്നത്. അടുത്തപോലെ OPയും OQയോ? അത് നമുക്കറിയത്തില്ല. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. ഇനി അപ്പം ബാക്കി സൈഡ്സിനെ കുറിച്ച് ധാരണയില്ല. ഇനി ആംഗിൾസിലേക്ക് നോക്കിയേ, എന്തെങ്കിലും അറിയാവോ? ഒരാംഗിളിന്റെ കാര്യം തന്നിട്ടുണ്ട്. അത് ഏത് ആംഗിളാ? ആംഗിൾ DAB അല്ലെ? അപ്പൊ നമ്മളെ POAQ ആ ടേംസിലേക്ക് നമ്മൾ മാറ്റുക. ഈ ആംഗിളിന്റെ പേരൊന്ന് പറഞ്ഞേ. ഈ ആംഗിൾ
OAP അങ്ങനെ വിളിക്കാമല്ലോ. ആംഗിൾ OAP എന്തിനോടാ ഈക്വല്? ആംഗിൾ OAQ. എവിടെ നിന്ന് കിട്ടി? ഗീവൺ. നമുക്ക് തന്നിട്ടുണ്ട് ബൈസെക്ട് ചെയ്യുന്നത്. അടുത്ത ഏതറിയാം? ഓരോ ആംഗിൾ 90 ഡിഗ്രി എന്നറിയാം. അതേതാ? ആംഗിൾ APO ഈക്വൽ ടു ആംഗിൾ AQO. അതെത്രയാ? 90 ഡിഗ്രി ഈച്ച്. അങ്ങനെ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിളിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രി ആണ്. ഇപ്പോഴേ രണ്ട് ആംഗിൾസ് സെയിമാ. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും ഓരോ രണ്ട് ആംഗിൾസ് വെച്ച് സെയിമാ. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. സോ ആംഗിൾ AOP ഈക്വൽ ടു ആംഗിൾ AOQ. റീസൺ കൃത്യമായിട്ട് എഴുതണം. If two angles of a triangle are equal to two angles of another triangle, then their third angles are also equal. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇപ്പം രണ്ട് ട്രയാങ്കിൾസിലും ഒരു സൈഡും 3 ആംഗിൾസും ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി ഇതിൽ നിന്ന് ഈക്വൽ ട്രയാങ്കിൾസിന്റെ കണ്ടീഷനിലേക്ക് വന്നേ. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? രണ്ട് ട്രയാങ്കിൾസിലെ മൂന്ന് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിൾ ഈക്വൽ ആണ്. പക്ഷേ ഈ കേസിൽ അത് പറ്റില്ല. അടുത്ത കണ്ടീഷൻ എന്താ? രണ്ട് സൈഡ്സും അതിന്റെ ഇടയ്ക്കുള്ള ആംഗിളും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതും ഈക്വൽ ട്രയാങ്കിൾസ്. അതും നമുക്കിവിടെ പറ്റില്ല. പിന്നെ ഏതാ? ഒരു സൈഡും അതിന്റെ ബേസിൽ വരുന്ന രണ്ട് ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചാണ് നമ്മൾ ഈ ഒരു കേസിൽ മുന്നോട്ട് പോവുക. എന്ത് കിട്ടും? One side and two angles on its ends of triangle AOP are equal to one side and two angles on its ends of triangle AOQ. ഇവിടെ സൈഡ് ഏതാ? AO. ആംഗിൾസ് ഏതാ? നമ്മളാ മാർക്ക് ചെയ്ത ആംഗിൾസ്. സോ അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താ? These two triangles are equal. ഓക്കെ. ഇനി എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താ? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കി പറഞ്ഞേ, ഏത് രണ്ട് സൈഡ്സ് ആയിരിക്കും ഈക്വൽ? ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ അല്ലേ? അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സ് ഏതാ? OPയും OQയും. അതെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും റിസൾട്ട് പഠിച്ചായിരുന്നോ? സെന്റർ എന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, കോഡ്, ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ വല്ലതും പഠിച്ചായിരുന്നോ? ഈ OPയും OQയും എന്താ? പെർപെൻഡിക്കുലർ ഫ്രം ദി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ടു എ കോഡാ. അങ്ങനെ ആണെങ്കിൽ ആ കോഡുകളുടെ പ്രത്യേകത പഠിച്ചായിരുന്നു. എന്തായിരുന്നു? ദ കോഡ്സ് ഹാവ് ഈക്വൽ ലെങ്ത് ആണല്ലോ. ഒരു സർക്കിളിലെ സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ കിടക്കുന്ന രണ്ട് കോഡ്സിന്റെ ലെങ്ത് സെയിം ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. സോ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാം? AB ഈക്വൽ ടു AC സിൻസ് കോഡ്സ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ആർ ഓഫ് സെയിം ലെങ്ത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റിസൾട്ട് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? AB ഈക്വൽ ടു AC എന്ന് കിട്ടി. സോ ഹെൻസ് പ്രൂവ്ഡ്. ഇനി നിങ്ങൾ വിചാരിക്കരുത് ഇത് ഈ ഒരൊറ്റ രീതിയിലേ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഇത് പല രീതിയിൽ പ്രൂവ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ഈ രീതിയിലുള്ള ഒരു രീതി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, ഞാൻ കുറച്ച് ക്ലൂ തരാം. ഇപ്പൊ നിങ്ങൾ റൈറ്റ് ട്രയാങ്കിൾസ് തന്നെ എടുക്കുക. ഇതില് OP എന്ന് പറയുന്നത് OPയും OQയും പെർപെൻഡിക്കുലർ ടു AB അല്ലേ? അപ്പൊ എന്താ? APയും PBയും ഈക്വൽ, അല്ലെങ്കിൽ ABനെ ആ കോഡ് ബൈസെക്ട് ചെയ്യും. അതേപോലെ തന്നെ ACനെ OQ ബൈസെക്ട് ചെയ്യും. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പോയെന്ന് ചോദിച്ചാൽ നമുക്കൊരു റിസൾട്ട് അറിയാം. ആ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് ഈ കണക്ക് ചെയ്യാൻ ഈസിയാണ്. കുറച്ചും കൂടി പെട്ടെന്ന് കിട്ടിയില്ലേ എന്ന് നോക്കിയാൽ OPയും OQയും ഈക്വൽ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി കോഡിന്റെ ലെങ്ത് ഈക്വൽ ആവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്തത്. ലെറ്റ്സ് ഡിസ്കസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ പിക്ചർ ഓൺ ദ റൈറ്റ്, ദ ആംഗിൾസ് ബിറ്റ്വീൻ ദ റേഡിയൈ ആൻഡ് ദ കോഡ്സ് ആർ ഈക്വൽ. പ്രൂവ് ദാറ്റ് ദ കോഡ്സ് ആർ ഓഫ് സെയിം ലെങ്ത്. അപ്പൊ നല്ലോണം ആ പിക്ചർ ഒന്ന് നോക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചിട്ട് എന്താ മനസ്സിലായത് പറയുക. എന്നിട്ട് എന്താ കണ്ടുപിടിക്കേണ്ടതെന്നും പറയാം. ഈ പിക്ചറിൽ രണ്ട് കോഡ്സ് നിങ്ങൾക്കുണ്ട്. അതേപോലെ രണ്ട് റേഡിയസും വരച്ചിട്ടുണ്ട്. ഇനി എന്താ? ആംഗിൾസ് ബിറ്റ്വീൻ ദ റേഡിയൈ ആൻഡ് ദ കോഡ്. അത് ഏതൊക്കെ ആംഗിൾസ് ആണെന്ന് പിക്ചറിൽ അടയാളപ്പെടുത്തിക്കേ. ഒന്നിതല്ലേ? ഇതാണ് കോഡും റേഡിയസും തമ്മിലുള്ള ഒരു ആംഗിൾ. അടുത്ത ഏതാ? ഇത് രണ്ടും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. എന്താ പ്രൂവ് ചെയ്യണ്ടേ? ദ കോഡ്സ് ആർ ഓഫ് സെയിം ലെങ്ത് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം ഇങ്ങനെ കണക്ക് വന്നാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇതേപോലെ ഒരു പിക്ചർ നോട്ട്ബുക്കിലൂടെ വരയ്ക്കുക. എന്നിട്ട് കൃത്യം പേരും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പം എന്താ നമ്മൾ സാധാരണ സർക്കിളിന്റെ സെന്റർ എന്താ പേര് കൊടുക്കുന്നത്? O. നമുക്ക് ഈ കോഡിനെ AB എന്ന് വിളിക്കാം.
ഈ കോഡിനെ CD എന്ന് വിളിക്കാം. ഇത്രയാണല്ലോ നമുക്കറിയാവുന്ന. അതേപോലെ ഈ ആംഗിളും ഈ ആംഗിൾ ഈക്വലും തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതാം. So let O be the center of the circle and AB and CD are two chords. ഇനി ഇങ്ങനൊരു പിക്ചർ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? ഇതിനെ നമ്മൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് കൺസ്ട്രക്ഷൻ ഒക്കെ ഉണ്ട്. അതിനു മുമ്പ് പറഞ്ഞ എന്താ പ്രൂവ് ചെയ്യണ്ടേ? ABയും CDയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ആണല്ലോ. എങ്ങനെ നിങ്ങൾ തുടങ്ങുന്നത് എങ്ങനെ? കറക്റ്റ്. കഴിഞ്ഞ കണക്കൊക്കെ പോലെ തന്നെ ആദ്യം സെന്ററിൽ നിന്ന് ABയിലേക്കും CDയിലേക്കും പെർപെൻഡിക്കുലർ വരയ്ക്കും. ഓക്കെ. So from the center of the circle O, draw OP perpendicular to AB and OQ perpendicular to CD. അതങ്ങ് വരച്ചു. എന്നിട്ട് കൃത്യമായിട്ട് പേരൊക്കെ ഞാൻ കൊടുത്തേക്കാം. ഇതാണ് P, ഇതാണ് Q. ഇനി അടുത്ത എന്താ? ഇപ്പൊ എന്ത് തരത്തിലുള്ള ട്രയാങ്കിൾസാ കിട്ടിയിരിക്കുന്നത്? റൈറ്റ് ട്രയാങ്കിൾസ് കിട്ടി. അപ്പൊ ഇനി പറഞ്ഞു ബാക്കി. കൺസിഡർ ട്രയാങ്കിൾ OAP ആൻഡ് ട്രയാങ്കിൾ OCQ. പേരൊക്കെ കൃത്യമായിട്ട് എഴുതണം. എന്നിട്ട് ഓരോന്നോരോന്ന് പറഞ്ഞു. ആദ്യം എന്തെഴുതാം? ആംഗിൾ OAP ഈക്വൽ ടു ആംഗിൾ OCQ. എവിടെ നിന്ന് കിട്ടി? ഗിവൺ തന്നിട്ടുണ്ട്. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. അടുത്തത് ആംഗിൾ OPA ഈക്വൽ ടു ആംഗിൾ OQC. അതിന്റെ റീസൺ എന്താ? 90 ഡിഗ്രി. കാരണം നമ്മൾ അങ്ങനെയാണ് OPOQ വരച്ചിരിക്കുന്നത്. അടുത്തത് എന്താ? ഈ രണ്ട് ട്രയാങ്കിൾസിലെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ കറക്റ്റ് മൂന്നാമത്തെ ആംഗിളും ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾ AOP ഈക്വൽ ടു ആംഗിൾ COQ. ആംഗിളിന്റെ പേര് എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതണം, തെറ്റിക്കരുത്. അതിന്റെ റീസൺ അറിയാലോ. സിൻസ് ടു ആംഗിൾസ് ആർ ഈക്വൽ, then automatically the third angle will also be equal. ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ രണ്ട് ട്രയാങ്കിൾസിൽ നിന്ന്? OA ഈക്വൽ ടു OC അല്ലേ? എന്തുകൊണ്ടാ? റേഡിയൈ ഓഫ് ദി സർക്കിൾ ആണ്. സോ ഇത്രയാണ് നമുക്ക് അറിയാവുന്നത്. ഇനി എന്താ ചെയ്യുന്നത്? സോ നമുക്ക് എന്ത് കിട്ടി? ഒരു സൈഡും അതിന്റെ ബേസിൽ അറ്റത്ത് വരുന്ന രണ്ട് ആംഗിൾസും ഈക്വൽ എന്ന് കിട്ടിയില്ലേ? സോ സിൻസ് the side OA and the two angles on its ends of triangle OAP are equal to side CO and the two angles on its end of triangle OCQ. ഓക്കെ, നമുക്ക് അങ്ങനെയാ അതാണ് നമുക്ക് കിട്ടിയ കണ്ടീഷൻസ് വെച്ചുള്ള ഈക്വൽ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ. അപ്പം ആദ്യം നിങ്ങൾക്ക് ഇപ്പോൾ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഈക്വൽ എപ്പോഴൊക്കെയാണ് രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മളിപ്പോൾ 2-3 കണ്ടീഷൻസ് പറഞ്ഞു. അത് തന്നെ നമ്മൾ ഇനി മിക്ക കണക്കിലും ചെയ്യുക. അതുകൊണ്ട് എന്ത് പറയാം? ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ മിച്ചമുള്ള സൈഡ്സും ബാക്കിയുള്ള ആംഗിൾസും എല്ലാം ഈക്വൽ ആയിരിക്കും. ഇനി ആ ട്രയാങ്കിൾസിലേക്ക് നോക്കിയേ. ഈ OPയും OQനെ കുറിച്ച് എന്ത് പറയാം നിങ്ങൾക്ക്? ഈക്വൽ ആണല്ലേ? എന്തുകൊണ്ടാ? ആംഗിൾ PAOക്കും ആംഗിൾ QCOക്കും ഓപ്പോസിറ്റ് കിടക്കുന്നത് കൊണ്ട് ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. കാര്യം കിട്ടിയല്ലോ. അങ്ങനെ ആണെങ്കിൽ ഇനി എങ്ങനെ പറയാൻ പറ്റും ABയും CDയും ഈക്വൽ ആണെന്ന്? നമ്മൾ കഴിഞ്ഞ കണക്കിൽ ചെയ്ത അതേ കാര്യം തന്നെ. The chords at the same distance from the center are of same length. ഇവിടെ OPയും OQയും സെയിം ആണെന്ന് കിട്ടി. അപ്പൊ അതുകൊണ്ട് ആ കോഡ്സ് എന്തായിരിക്കും? ഈക്വൽ ലെങ്ത് ആയിരിക്കും. സോ AB ഈക്വൽ ടു CD. And hence we proved it.